Nothing to worry. She is out of danger. Continue the same medicines and report to me from time to time. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിക്കോളാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ എങ്ങനെയുണ്ട് ഡോക്ടർ? എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടായാൽ മാം ഷീ ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ഹാവ് എ ലുക്ക്. കുട്ടി കൂടെ ഉണ്ടായിരുന്നെന്ന് കേട്ടു. യെസ് മാഡം, നൗ ഹി ഈസ് ഓൾ റൈറ്റ്. തൽക്കാലത്തേക്ക് ചൈൽഡ് കെയർ സെന്ററിലേക്ക് മാറ്റിയിരിക്കുക. പക്ഷേ കുഞ്ഞിന്റെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. ഐ സി. സമീപത്തിലുണ്ടായ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളുമായി ഈ സംഭവം ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആണോ? സത്യത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് മിസ്സസ് മാർട്ടിനെ പറയാൻ കഴിയും. എനി ക്ലൂ ഫോർ CI മാർട്ടിൻസ് മർഡർ? സർ, സലീം ഭായിയുടെ മരണവുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോ ഇവർക്ക് ബോധം തിരിച്ചു കിട്ടിയാലല്ലേ മൊഴിയെടുക്കാൻ പറ്റൂ. നീ എന്താടാ ഡിസ്കവറി ചാനലിൽ നിന്ന് ചാടിപ്പോന്നു? റോഡിലാണോടാ നിന്റെ ഡിസ്കോ? പിടിപ്പാ. ഒരു ഫോൺ ചെയ്യട്ടോ. ചെയ്തോളൂ. അല്ല, നീ ബാഡി ശരിയാക്കുന്നത് പോലീസുകാരനെ ഇടിക്കാനാ? അയ്യോ അല്ല, പിന്നെ പോലീസുകാരുടെ എത്ര ഇടി കിട്ടിയാലും എന്റെ ബോഡിയെ ബാധിക്കാതിരിക്കാൻ. അല്ല, ജീവനുള്ളപ്പോ ഒരു പോലീസുകാരനെ എന്നെ ഇടിക്കൂല, അത് വേറെ. ഹലോ, അതെയാ, ആയിക്കോട്ടെ, വരട്ടെ. വിടാൻ പറ്റില്ലല്ലോ, വിട്ടാൽ ശരിയാകില്ലല്ലോ. ആരാ? ഡ്യൂട്ടിയുടെ പേരിൽ തിളയ്ക്കുന്ന മസിലുകൾ തണുപ്പിക്കാൻ എന്ത് ചെയ്യണം കിണ്ണ? ആപ്കാ മീശ ഊപ്പർ കർ ദോ സാബ്. ഇന്ന് ഏതോ ഒരുത്തന്റെ നെഞ്ച് പുഞ്ചപ്പാടമായത് തന്നെ. വെൽക്കം മിസ്റ്റർ വിഷ്ണു. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. നിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരു തികഞ്ഞ ക്രിമിനൽ എല്ലാം മുൻകൂട്ടി കണ്ടിരിക്കും രവി. മുൻവിധിയോടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിൽ ഏർപ്പെട്ടാൽ എങ്ങനെ സത്യം കണ്ടെത്താനാവും? സലീം ഭായിയുടെ മരണത്തിൽ CI മാർട്ടിനോട് വിരോധമുള്ള ഒരേ ഒരു വ്യക്തി നീ മാത്രമാണ്. അതുകൊണ്ട് തന്നെ CI മാർട്ടിനെ ഞാൻ വധിക്കില്ല എന്നറിയാനുള്ള സാമാന്യ ബുദ്ധി നിനക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നീ കാണിച്ചത് അതിബുദ്ധി. CI മാർട്ടിനെ കൊല്ലുന്നതിനോടൊപ്പം സ്വന്തം അനുയായിയെ കൂടി വധിച്ചാൽ പോലീസ് നിന്നെ സംശയിക്കില്ല എന്ന് കരുതിയോ? കുറ്റം ചെയ്തവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവന്റെ തലയിൽ കുറ്റം അടിച്ചേൽപ്പിക്കുന്ന പോലീസിന്റെ നാറിയ സ്വഭാവം അത് നിനക്കുണ്ടല്ലേ? നിന്നെ വേണമെങ്കിൽ എനിക്ക് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നാളെ രാവിലെ ഒരു ഐഡന്റിഫിക്കേഷൻ പേരോടുണ്ട്, നീ അതിന് ഹാജരാവണം. CI മാർട്ടിന്റെ ഭാര്യ? അല്ല, അവരിപ്പോഴും നോർമൽ അല്ല. അവരുടെ കുട്ടി, ആ 7 വയസ്സുള്ള? അതെ. യഥാർത്ഥ സംഭവങ്ങൾ തിരിച്ചറിയാൻ പ്രായമാവാത്ത ആ കുട്ടിക്ക് ചിലപ്പോൾ എന്നെ ചൂണ്ടിക്കാണിക്കാനാവും. ഞാൻ വരില്ല. CI മാർട്ടിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവർ നോർമൽ ആകട്ടെ, അവർക്ക് സത്യം പറയാനാവും. വിഷ്ണു, നീ ഞാനും തമ്മിൽ പിരിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. കാലത്തിന്റെ ഒഴുക്കിൽ പലതും അറിയുകയും ഒരുപാട് വളരുകയും ചെയ്തു. ഇന്നും എന്റെ മനസ്സിൽ എന്റെ സഹപാഠിയായ ആ കൊച്ചു വിഷ്ണു തന്നെയാണ് നീ. എന്നിരുന്നാലും എന്നെ അടക്കമുള്ള സാധാരണക്കാരെ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഓഫീസർ കൂടിയാണ് നീ. നിയമവും പരിധിയൊന്നും എന്നെ ആരും പഠിപ്പിക്കണ്ട. കോഴിയെക്കട്ടവന്റെ തലയിൽ കൂടെ കാണും. അത് പണ്ട് മോനെ വിഷ്ണു. ഇപ്പോഴത്തെ ബ്രോയിലർ കോഴികൾക്ക് പൂട കുറവാ. നീ ചെല്ലേ. മിസ്സിസ് പാർവതി മേനോൻ. പാർവതി മേനോൻ, ഇവിടെ ഇവിടെ വരൂ. പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്നെ നീ. ഇവിടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യും? ആരെയും കാണുന്നില്ലല്ലോ. ചേട്ടത്തി കുളിക്കാൻ പോയി, രാധ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയി. ഇപ്പൊ വരും വിശക്കുന്നു പറഞ്ഞ്. എനിക്ക് ചോറെടുക്കാൻ പോവാ. ഞാൻ കഴിച്ചു. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ അടുത്തൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അമ്മയെ കാണണമെന്ന് തോന്നി കയറി. ഇവിടേക്കായിട്ടായിരുന്നെങ്കിൽ ഈ മോൻ 2 ദിവസം പട്ടിണി കിടന്നിട്ടല്ലേ വരൂ. ഞാൻ രവിയുടെ ശബ്ദം കേട്ടു. എന്നും ഇവിടെ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോയിക്കൂടെ? പിന്നെന്താ? എന്നിട്ട് വേണം ചേട്ടത്തിയുടെ കോന്തൻ മേനോന് ബ്ലഡ് പ്രഷർ കൂടാൻ. അയാൾക്ക് എന്തെങ്കിലും പറ്റിയാ ചേട്ടത്തി തന്നെ വേണം നോക്കാൻ, അല്ലേ മേ? എന്തൊരു സ്നേഹമാ ചേട്ടത്തിയോട്. നീ ഇതെവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു? അവളുടെ വഴിയും നിന്റെ വഴി തന്നെയല്ലേ, അടുക്കള വഴി. മോളെ ആ ഫോണൊന്നും എടുത്തു. ഹലോ. ആ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരുന്ന സത്യം. ഇവിടെ അമ്മയുണ്ട്, ചേട്ടത്തിയുണ്ട്, പിന്നെ രവിയേട്ടനും ഉണ്ട്. സത്യം സത്യം എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഉണ്ട്, ഇപ്പൊ കൊടുക്കാം. ആരാ? ആരാ? കമലയാ? ഇങ്ങനെ ഓ, ഹലോ. രവിയേട്ടൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നമ്മളെ ആരെയും വേണ്ട അമ്മേ. ശൂതു പഹല ജെബി സുഖാലക്കടി ലാമ്പ മുട്ട വലിച്ചു. എന്തുവാ ചോദിച്ചേ? എന്തുവാ? ഇപ്പോഴും നീണ്ടു കൊല്ലുന്നതിനുള്ള മുഖം തന്നെയാണോ നിനക്ക് എന്ന്? നോ, കള്ളം. വേറെന്താണ് പറഞ്ഞത്? എനിക്കറിയാം. വേറെ നിന്റെ തല പൊളി. കള്ളം, പൊളി. കള്ളം. ഞാൻ പറയട്ടെ? രവിയേട്ടനിപ്പൊ എങ്ങനെയുണ്ട്? മരത്തോ ഹട്ക ചമട ദേഖാശേ ജോയിനെ തുക്ഷായി മേലിഞ്ഞ് ഉണങ്ങി എല്ലും തോലുമായിട്ട് കണ്ട ആർക്ക് സങ്കടം വരും. നീ എങ്ങനെ ഇരിക്കുന്നത്? മമ്മി ഉണ്ടാക്കി തന്ന മധുരം എല്ലാം കഴിച്ച് കഴിച്ച് തടിച്ച് വീർത്ത്. ഇവിടെ മട്ടാഞ്ചേരിയിലൊക്കെ കണ്ടിട്ടില്ലേ ചില ഗുജറാത്തി പെമ്പിള്ളേരെ? അതുപോലുണ്ട്. പിൻഭാഗമൊക്കെ തള്ളി മുൻഭാഗമൊക്കെ. പോടുന്നു. എന്റെ മോൾ എങ്ങനെ ഇരുന്നാൽ എനിക്കിഷ്ടം. ഒരുപാട് 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 ഇഷ്ടം. ഏയ്, എന്തു പറ്റി? എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ ഈ സ്ഥലം മാറ്റം പോലും എന്നെ കാണാനുള്ള ആവേശം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ വന്ന് എന്നെ കുറിച്ച് അറിഞ്ഞപ്പോ മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നങ്ങളെല്ലാം വെറുതെയായി എന്ന് തോന്നി, അല്ലേ? പിച്ച വെച്ച നാൾ മുതൽ ഒരുമിച്ച്, പിരിഞ്ഞപ്പോൾ കത്തുകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, അടിവരയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ള പുസ്തകങ്ങളിലൂടെ ഒരുപാട് ഒരുപാട് നമ്മൾ അറിഞ്ഞില്ലേ? ഞാൻ എത്തിച്ചേർന്ന ഇടങ്ങളും ആയിത്തീർന്ന അവസ്ഥകളൊക്കെ കാണുമ്പോ വീണ്ടും ഒന്നിൽ നിന്ന് ആരംഭിക്കണമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ജീവിതം ഒന്നല്ലേ ഉള്ളൂ രവിയേട്ടാ. സംഭവിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. എന്നാ തമ്മിലൊന്ന് കാണുക. നീ ആഗ്രഹിക്കുമ്പോ നിന്റെ അരികിൽ ഞാൻ ഉണ്ടാവില്ലേ? അല്ലേ? ഉണ്ടാവും മോളെ. ഓക്കെ. ഓക്കെ. ഹലോ. ആഹാ, ആര്? പോലീസോ? എവിടെ പോയിട്ട് വരുന്നു? നാട് വരെ ഒന്ന് പോയതാ. കുഞ്ഞൻ വൈദ്യരെ കണ്ടിച്ചിട്ട് എണ്ണ വാങ്ങാൻ. അന്നത്തെ ഒരു ഇടിയേ നെഞ്ച് കലങ്ങിപ്പോയി. ആരുടെ? എന്റെ. അല്ല, എന്താ ദീപാരാധന കഴിയണേനും പറഞ്ഞത്? കണ്ണ് തെറ്റിയ കട്ടോണ്ട് പോണ കാലമല്ലേ. സന്ധ്യക്ക് മുമ്പ് വീട്ടിലെത്താന്ന് കരുതി. അങ്ങനെ അങ്ങ് ചുമ്മാ പേടിച്ചാലോ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? അത് തന്നെ എന്റെ പ്രധാന പേടി. രാധമോള് പേടിക്കണ്ട കേട്ടോ. IPS 1ാം റാങ്ക്, പ്രശസ്ത സേവനത്തിന് ഒരു പ്രാവശ്യം പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ, ഇതൊക്കെ കിട്ടിയിട്ടുള്ള വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. മനസ്സ് വിഷമിപ്പിക്കാതെ വണ്ടി കയറ്. വേണ്ട വേണ്ട. ഒന്നാമത് പോലീസുകാരുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടാൽ തന്നെ വലിയ ക്രിമിനലും ആണെന്ന് വിചാരിക്കും. ദേ, കൂടെ വരുന്നില്ലേ വേണ്ട, അത് പോട്ടെ. കുടുംബത്തിൽ പറഞ്ഞ ആമ്പിള്ളേരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചങ്കി കുത്തണ വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഞാൻ പറഞ്ഞേക്കാം. ഒന്ന് നിന്നേ. ആരൊക്കെയുണ്ട് സാറിന്റെ കുടുംബത്തില്? ആരൊക്കെ വേണം? കല്യാണം ഒന്നും കഴിച്ചില്ലേ? മൂത്ത് മരിച്ചാ പിന്നെ ഒരുത്തേം കിട്ടില്ല കേട്ടോ. ഇല്ല, വഹിക്കുന്നില്ല. അടുത്ത തിങ്കളാഴ്ച ഞാൻ അച്ഛനും അമ്മയും വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. ദേ, രണ്ടുപേരും വളരെ സാധുക്കളാ കേട്ടോ. നിന്റെ ഈ ഉണ്ടക്കണ്ണൂരിട്ടവരെ പേടിപ്പിച്ചളയരുത്.